PM നിയാസ് കശ്മീരിൽ വിചാരിച്ചത്ര മുന്നേറ്റത്തിന് സാധിക്കുന്നില്ല. കോൺഗ്രസും NCയും ഒരുമിച്ചു നിന്നിട്ടും കശ്മീർ മേഖലയിൽ പോലും BJP ഒരു മുന്നേറ്റം നടത്തും. വലിയ മുന്നേറ്റമെന്നല്ല, പ്രതീക്ഷിച്ചതിനപ്പുറം ഒരു മുന്നേറ്റം BJPക്ക് സാധിക്കുന്നുമുണ്ട്. നോക്കൂ, അവിടെ 11 സ്വതന്ത്രർ ഇപ്പോൾ മുന്നിലാണ്, 4ഇടത്ത് PDPയും മുന്നിലാണ്. കഴിഞ്ഞ ദിവസം ഒമർ അബ്ദുള്ള സൂചിപ്പിച്ചത്, അതായത് PDP ഞങ്ങൾക്കൊപ്പം നിൽക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അതായത് തൂക്കുസഭയെന്ന അപകടം വരാനിരിക്കുന്നുവെന്ന് അദ്ദേഹം മുന്നിൽ കണ്ടുവോ? അതിൻ്റെ പ്രതിഫലനമായിരുന്നോ PDPയെ കൂടി ചേർത്ത് പിടിക്കണം എന്ന തീരുമാനത്തിലേക്ക് ഈ സഖ്യത്തെ എത്തിച്ചത്? ജമ്മുകാശ്മീരിലേക്ക് വരാം. എനിക്ക് അതിനു മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിക്ക് തൊട്ടടുത്തുള്ള ഹരിയാനയിലെ റിസൾട്ടിനെ കുറിച്ച് എന്തേ നിങ്ങൾ കാണാതെ പോകുന്നത്? 57 സീറ്റ്, 90 സീറ്റിൽ 57 സീറ്റ്. അല്ല, ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ ചോദിക്കില്ല എന്ന് നിങ്ങൾ ചോദിക്കില്ല എന്നും അല്ല, ഒരു മിനിറ്റ്, നിങ്ങൾ ചോദിക്കില്ല എന്നും അതിലേക്ക് നിങ്ങൾ പോകില്ല എന്നും എനിക്ക് നല്ല ബോധ്യമുള്ളത് മുമ്പ് ഞാൻ ഹരിയാന പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ല, എനിക്കറിയാമല്ലോ. ശരി, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. 27ഇടത്ത് BJPയും 57ഇടത്ത് 20ഇടത്ത് BJP, 57ഇടത്ത് കോൺഗ്രസ് ഹരിയാനയിൽ മുന്നിലാണ്. നിങ്ങൾ സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കുകയാണോ? വലിയ ആത്മവിശ്വാസത്തിലാണോ? ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. 10 വർഷമായി ഭരിച്ചിരുന്നത് BJP അല്ലേ? അവിടെ സഖ്യകക്ഷികൾ അവരെ വിട്ടുപിരിഞ്ഞു. അതിനുശേഷം അവിടെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, അവിടെ കായിക താരങ്ങൾ നടത്തിയ സമരങ്ങളോട് നിങ്ങൾ കാണിച്ച ദുഷ്ടലാക്ക്, ഒരു സ്ത്രീ എന്ന നിലയ്ക്കുള്ള പരിഗണന പോലും കായിക താരങ്ങളോട് നിങ്ങൾ കാണിക്കാതെ നിങ്ങൾ കാണിച്ച ദാഷ്ട്യം, അവിടുത്തെ കർഷക സമരങ്ങളെ നിങ്ങൾ തല്ലി ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ നിങ്ങൾ കാണിച്ച കോർപ്പറേറ്റ് ആളുകളോടുള്ള ആധിപത്യം, ഇതൊക്കെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന നാളുകളെ കുറിച്ചുള്ള സൂചനകളാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചില്ല. ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഹരിയാന എന്തായാലും ഹിന്ദി പ്രദേശമാണല്ലോ. ജാട്ട് വിഭാഗങ്ങൾക്ക് ഒരു വലിയ സ്വാധീനമുണ്ടെങ്കിൽ പോലും ഹരിയാനയിൽ ഹൈന്ദവത ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ നടത്തിയ ശ്രമങ്ങൾ, കർഷകരുടെ സമരങ്ങളെ അടിച്ചൊതുക്കിക്കൊണ്ട് BJP മുന്നോട്ട് പോകാൻ നടത്തിയ ശ്രമങ്ങൾ, അവയ്ക്കൊക്കെയുള്ള സ്വാഭാവികമായ ഒരു റിസൾട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഞങ്ങൾക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പൊ നേരത്തെ ഞങ്ങൾക്കൊരു മുന്നണിയായി മത്സരിച്ചിട്ട് നിങ്ങൾ പറഞ്ഞേനെ, ഇത് കോൺഗ്രസിന്റെ വിജയമല്ല, അത് മുന്നണിയുടെ വിജയമാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അതിശക്തമായി ഒറ്റയ്ക്ക് മത്സരിച്ചത്. നിങ്ങൾ പറഞ്ഞു അവിടെ ഞങ്ങൾ തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസമാണ്, ഞങ്ങൾക്ക് വലിയ റിബൽ ഭീഷണി ഉണ്ട് എന്നൊക്കെ പറഞ്ഞും ഞങ്ങൾ മുന്നോട്ട് വന്നില്ലേ? ഇത് തന്നെയല്ലേ മുമ്പ് ഹിമാചൽ പ്രദേശിൽ നാം സംഭവിച്ചത്. അപ്പോൾ ഹിന്ദി ഭൂപ്രദേശങ്ങളിൽ ഹൈന്ദവത ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാവുന്ന നിങ്ങളുടെ ഇരട്ട ഇന്ത്യൻ തന്ത്രം അത് അസ്ഥാനത്തായിരിക്കുകയാണ്. അത് വരാനിരിക്കുന്ന നാളുകളിലെ നിങ്ങളെക്കുറിച്ചുള്ള സൂചനകളാണ്. നരേന്ദ്രമോദിയുടെ കസാരയുടെ കാലുകൾക്ക് ഇളക്കം സംഭവിച്ചു എന്നതിന്റെ സൂചനകളാണ് എന്ന് അങ്ങേക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്നതുകൊണ്ടാണ് അങ്ങ് ഹരിയാനയെ കുറിച്ച് ചോദിക്കാത്തത്. അത് ജമ്മു കാശ്മീരിനെ കുറിച്ച് ചോദിച്ചു. ഒരു കാര്യം പറയട്ടെ, ഒരു രാജ്യത്തും ഒരു ഭരണാധികാരിയും കാണിക്കാത്ത രീതിയിൽ, ജനാധിപത്യ രീതിയിൽ ഭരിക്കുന്ന ഒരു സർക്കാരും ഒരിക്കലും കാണിക്കാത്ത രീതിയിൽ ഒരു സംസ്ഥാനത്തെ വെട്ടിമുറിക്കപ്പെടുന്നു, ഒരു സംസ്ഥാനത്തെ 2-3 കഷ്ടങ്ങളാക്കി മാറ്റുന്നു. അവിടെ നിങ്ങൾ ജനാധിപത്യ സർക്കാരുകളെ പിരിച്ചുവിടുന്നു, എന്നിട്ട് അവിടെ സംസ്ഥാനത്തെ വെട്ടിമുറിക്കപ്പെടുന്നു, എന്നിട്ട് അവിടെ ഒരു വലിയ നരാധമനെ പോലെയുള്ള ഒരു ഗവർണറെ കൊണ്ടുവരുന്നു, എന്നിട്ട് അവിടെ ജനാധിപത്യത്തെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്തുകൊണ്ട് നിങ്ങൾ ചെറുകിട കക്ഷികളെ ഭീഷണിപ്പെടുത്തിയും അവർക്ക് അവിഹിതമായ സൗകര്യങ്ങൾ. കഴിഞ്ഞ ഒരു 10 മിനിറ്റ് മുമ്പ് അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു മുന്നോട്ട് വെച്ച ഒരു ചോദ്യമുണ്ട് സാർ. അവിടെ പോയി ആങ്ങളയ്ക്കും പെങ്ങൾക്കും മഞ്ഞുവാരി എറിഞ്ഞ് കളിക്കാനുള്ള സൗകര്യം, സമാധാനം ഉണ്ടാക്കി തന്നത് ഏതു കാലത്താണെന്ന ചോദ്യം, 63% പോളിംഗ് കശ്മീരിൽ ഉണ്ടായത് എങ്ങനെയെന്ന ചോദ്യം, എല്ലാവരും പേടിച്ച് വീട്ടിലിരിക്കാതെ വെടിയൊച്ച കേൾക്കാതെ പോളിംഗ് ബൂത്തിലേക്ക് വന്ന് വോട്ടിട്ട് സമാധാനത്തോടെ എങ്ങനെ മടങ്ങിയെന്ന ചോദ്യം, അതിനുകൂടി അങ്ങ് ഉത്തരം പറയൂ. തെരഞ്ഞെടുപ്പ് ഫലത്തെ മാത്രം ആശ്രയിക്കല്ലേ. 8 മമ്മൂഞ്ഞ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം എന്റെ നാട്ടുകാരനായ വൈക്കം മുഹമ്മദ്, എന്റെ നാട്ടിൽ താമസിച്ച വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രം. അതുപോലെയാണ് BJPക്കാർ. ഇവരുടെ വിചാരം 10 കൊല്ലം കൊണ്ടാണ് ഇന്ത്യ രാജ്യം ഒക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞില്ലല്ലോ, എന്നല്ലല്ലോ പറഞ്ഞത്. 10 വർഷം കൊണ്ട് കശ്മീരിൽ സമാധാനം ഉണ്ടായോ എന്നായിരുന്നു ചോദ്യം. ഞാനൊന്ന് പറഞ്ഞോട്ടെ, അങ്ങക്ക് വികസനം ഉണ്ടായോ എന്നാണ് ചോദ്യം. അല്ല, അങ്ങേക്ക് കൊള്ളണ്ട. ഞാൻ പറയാം, 10 കൊല്ലത്തിന് ശേഷമാണ് ജമ്മു കാശ്മീർ ഉണ്ടായതെന്നും ഇനി ഇന്ത്യ തന്നെ 10 കൊല്ലം കൊണ്ട് ഉണ്ടായതെന്നും കൂടി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയൂ.
നിങ്ങൾ അത്രയും നിങ്ങൾ വലിയ രീതിയിൽ അത്രയും വിവരക്കേടുകൾ എഴുന്നള്ളിച്ച് നടക്കുന്ന ഒരു വർഗമായി BJP മാറിയിരിക്കുകയാണ്. BJPയോട് എനിക്ക് ഒരൊറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ. ഇവിടെ ജമ്മു കാശ്മീർ ഇന്ത്യ രാജ്യം ഉണ്ടായ അന്ന് മുതൽ ജമ്മു കാശ്മീർ ഇന്ത്യയോടൊപ്പമാണല്ലോ. അന്ന് മുതൽ ഇന്ന് വരെ അവിടെ ആർക്കും പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഇടക്കാലത്ത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി. അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ അവിടെ സമാധാനം ഉണ്ടാക്കാനുള്ള നടപടി ഉണ്ടാക്കി, അവിടെ കരാറുകൾ ഉണ്ടാക്കി. ആ കരാറുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയി. നിങ്ങൾ ചെയ്യുന്നത് വർഗീയമാണ്. നിങ്ങൾ ചെയ്യുന്നത് അവിടെ ജീവിക്കുന്ന ന്യൂനപക്ഷങ്ങളെ, അവിടെ ഭരിക്കുന്ന മുസ്ലിം വിഭാഗത്തിനെ ഒക്കെ തമ്മിലടിപ്പിക്കാനുള്ള തീരുമാനം. എന്നിട്ടാണോ സാർ BJPക്ക് അവിടെ 29 ഇടത്ത് മുന്നേറാൻ കഴിഞ്ഞത്? ഇതുവരെ ശക്തി കേന്ദ്രമല്ലാതിരുന്ന ഇടത്ത് പോലും മുന്നേറാൻ കഴിയുന്നത്. 29 സീറ്റുകൾ എന്ന കാര്യം മറക്കരുത്. 29 ഇടത്ത് മുന്നേറുകയാണ്. കോൺഗ്രസ് NC സഖ്യം ഒരുമിച്ച് നിന്നിട്ട് 40 ഇടത്താണ് മുന്നിൽ. സ്വതന്ത്രർക്ക് വലിയ മുന്നേറ്റം അവിടെ ഉണ്ടാകുന്നു. PDP 5 സീറ്റ് ആശ്രയിക്കാതെ പറ്റില്ലെന്ന അവസ്ഥ. ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ. അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ പൂർത്തീകരിക്കും. അല്ല, എനിക്ക് തെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ പുതിയ വിവരങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇടപെടുന്നത്. വളരെ പെട്ടെന്ന് പറയാം. നിങ്ങൾക്ക് ധൈര്യമുണ്ട്, തന്റെ ഇടമുണ്ടെങ്കിൽ ജമ്മു കാശ്മീരിനെ വെട്ടിമുറിച്ച് 4 കഷ്ടങ്ങളാക്കി ജനാധിപത്യ സർക്കാരിനെ പിരിച്ചുവിട്ടിട്ടല്ല നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ നേരിടാനുള്ള തന്റെ ഇടവും ആണത്വവും BJPക്ക് ഉണ്ടായിരുന്നെങ്കിൽ വളഞ്ഞ വഴി പോകില്ലായിരുന്നു. ഇപ്പോഴും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വളഞ്ഞ വഴിക്കാണ്. ഒന്നിച്ച് ഭൂരിപക്ഷം കിട്ടില്ല. അതുകൊണ്ട് കുറെ കക്ഷികളെ, ഞങ്ങൾ പോറ്റി വളർത്തിയ കുറെ വിമതന്മാരെയൊക്കെ പിടിച്ച് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചുള്ള നിങ്ങളുടെ ഈ ജനാധിപത്യ വിരുദ്ധമായ ജനാധിപത്യത്തെ വക്രീകരിക്കാനുള്ള നിലപാട് അതേകാലം. ശരി, അഡ്വക്കേറ്റ് PM നിയാസ്, സുന്ദരമായ ജനാധിപത്യം കശ്മീരിൽ പുലരുന്നതിന്റെ സൂചനകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. അത് തന്നെയാണ് ആവർത്തിച്ചു പറയട്ടെ. ഒരു ഭയവുമില്ലാതെ, ആശങ്കയില്ലാതെ ഓരോ വോട്ടർമാർക്കും വന്നോട്ടിട്ട് മടങ്ങിപ്പോകാനുള്ള സൗകര്യം, വെടിയൊച്ചകൾ മുഴങ്ങിക്കേൾക്കാത്ത സൗകര്യം, ഭീകരവാദം അടിച്ചമർത്തപ്പെട്ട സാഹചര്യം, ഇതൊക്കെയും ഉണ്ടായത് കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെയാണ് സാർ.